ഫരിസേയർ കേട്ടതനുസരിച്ച് യോഹന്നാനേക്കാൾ അധികം ആളുകളെ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തതാര്? യേശു. വാസ്തവത്തിൽ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നോ? ഇല്ല. യൂദയ വിട്ടതിനു ശേഷം യേശു വീണ്ടും എങ്ങോട്ടാണ് പുറപ്പെട്ടത്? ഗലീലയിലേക്ക്. ഗലീലയിലേക്കുള്ള യാത്രയിൽ യേശുവിന് ഏത് ദേശത്തിലൂടെയാണ് കടന്നു പോകേണ്ടിയിരുന്നത്? സമരിയ. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്തുള്ള സമരിയയിലെ പട്ടണം ഏതാണ്? സിക്കാർ. സിക്കാർ പട്ടണത്തിനടുത്ത് ആരുടെ കിണറാണ് ഉണ്ടായിരുന്നത്? യാക്കോബിൻ്റെ. യേശു യാത്ര ചെയ്തു ക്ഷീണിച്ച് കിണറ്റിൻകരയിലിരുന്നപ്പോൾ ഏകദേശം സമയം എത്രയായിരുന്നു? 6 മണിക്കൂർ. യേശു കിണറ്റിൻകരയിൽ ഇരിക്കുമ്പോൾ വെള്ളം കോരാൻ അവിടെ വന്നത് ആര്? സമരിയക്കാരി. യേശു സമരിയക്കാരിയോട് വെള്ളം ചോദിച്ച സമയത്ത് ശിഷ്യന്മാർ എവിടെ പോയിരുന്നു? പട്ടണത്തിലേക്ക്. യഹൂദർക്ക് ഏത് വിഭാഗക്കാരുമായാണ് യാതൊരുവിധ സമ്പർക്കവും ഇല്ലാതിരുന്നത്? സമരിയക്കാരുമായി. യേശുവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ അവൻ അവൾക്ക് എന്ത് നൽകുമായിരുന്നു എന്നാണ് പറഞ്ഞത്? ജീവജലം. സമരിയക്കാരുടെ പിതാവായി ആ സ്ത്രീ വിശേഷിപ്പിച്ചത് ആരെയാണ്? യാക്കോബിനെ. യേശു നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് എന്തുണ്ടാവുകയില്ല? ദാഹിക്കുകയില്ല. യേശു നൽകുന്ന ജലം അവനിൽ എങ്ങോട്ടേക്ക് നിർഗളിക്കുന്ന അരുവിയാകും? നിത്യജീവനിലേക്ക്. തനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞ സമരിയക്കാരിക്ക് യഥാർത്ഥത്തിൽ എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു? 5. യേശു തൻ്റെ ഭൂതകാല കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞപ്പോൾ ആ സ്ത്രീ യേശുവിനെ ആരായിട്ടാണ് മനസ്സിലാക്കിയത്? പ്രവാചകൻ. രക്ഷ ആരിൽ നിന്നാണ് എന്നാണ് യേശു സമരിയക്കാരിയോട് പറഞ്ഞത്? യഹൂദരിൽ നിന്ന്. യഥാർത്ഥ ആരാധകർ പിതാവിനെ ആരാധിക്കേണ്ടത് എന്തിലൊക്കെയാണ്? ആത്മാവിലും സത്യത്തിലും. ദൈവം എന്താണ്? ആത്മാവ്. മിശിഹ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും തങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞത് ആര്? സമരിയക്കാരി. സമരിയക്കാരി തൻ്റെ കുടം അവിടെ തന്നെ വച്ചിട്ട് എങ്ങോട്ടാണ് പോയത്? പട്ടണത്തിലേക്ക്. സമരിയക്കാർ യേശുവിനെ നേരിട്ട് ശ്രവിച്ചതിനു ശേഷം അവനെ എന്തായിട്ടാണ് മനസ്സിലാക്കിയത്? ലോകരക്ഷകൻ. സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടാത്തത് ആരാണ്? പ്രവാചകൻ. യേശു വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ സ്ഥലം ഏത്? കാന. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല.
അധ്യായവും വാക്യവും ഏത്? യോഹന്നാൻ 4:14. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. യോഹന്നാൻ 4:24. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? യോഹന്നാൻ 4:29. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. യോഹന്നാൻ 4:50.